ചലിക്കാത്ത നിശ്ചലമായ വസ്തുക്കൾ എന്ന് പറയുന്ന ജഡപദാർത്ഥങ്ങളുടെ ഉള്ളിലും പ്രാണൻ ഉജ്ജ്വലമായി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കത് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ നിശ്ചലമാണ്, ജഡവസ്തുവാണ് എന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഉള്ളിൽ അതിശക്തമായ പ്രാണസ്പന്ദനമുണ്ട്. അപ്പോൾ പ്രാണനിൽ നിന്ന് പൊന്തിയതാണ് ഈ പ്രപഞ്ചം. എനർജിയുടെ കട്ടിപിടിച്ച രൂപങ്ങളാണ് പ്രപഞ്ച പദാർത്ഥങ്ങളായി കാണപ്പെടുന്നത്. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി ചിത്തം പ്രസന്നമാകുമ്പോൾ തനിയെ ഉദ്ദീപ്തമാകും. തനിയെ ആ ശക്തി പ്രചോദിതമായി ഉള്ളിൽ പ്രവഹിക്കാൻ തുടങ്ങും. അത് പ്രവഹിക്കുമ്പോൾ എന്താണ് അനുഭവം? അത് ഒരു പ്രകാശ അനുഭവമാണ്. എന്തെന്നില്ലാത്ത, നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അനിർവചനീയമായ ഒരു ശക്തി പ്രസരം ഒരാളുടെ ഉള്ളിൽ ഒരാൾക്ക് സ്വയം അനുഭവിക്കാൻ പറ്റും. ആ ശക്തി അതിസൂക്ഷ്മമായ സുഷുമ്ന നാഡിയിലൂടെ, ഈ സുഷുമ്ന നാഡി എവിടെയാണെന്ന് ചോദിച്ചാൽ നട്ടെല്ലിന്റെ നടുക്കുകൂടെ പാസ് ചെയ്യുന്ന നാഡിയാണ് സുഷുമ്ന എന്ന് പറയുന്നത്. അത് സൂക്ഷ്മമാണ്. ജീവശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സുഷുമ്ന നാഡിയല്ല. ജീവശാസ്ത്രം വർണ്ണിക്കുന്ന സുഷുമ്ന എന്ന് പറയുന്നത് സ്ഥൂലമായ ഒരു നാഡിയാണ്. അതിൻ്റെ മധ്യത്തിലൂടെ സൂക്ഷ്മമായി പ്രാണൻ പ്രസരിക്കുന്ന ഒരു ചാനലാണ് ഈ സുഷുമ്ന നാഡി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ 72,000 നാഡികളുണ്ട് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. 72,000 ചെറുതും വലുതുമായ അതിസൂക്ഷ്മങ്ങളായ 72,000 നാഡികൾ മനുഷ്യ ശരീരത്തിലുണ്ട്. ആ 72,000 നാഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 101 നാഡികളുണ്ട്. ആ 101 നാഡികളിൽ വളരെ പ്രധാനപ്പെട്ട 3 നാഡികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സുഷുമ്ന നാഡി. ഈ സുഷുമ്ന നാഡിയുടെ ഇരുപുറമായി സ്ഥിതി ചെയ്യുന്ന മറ്റ് 2 നാഡികളുണ്ട്. ആ നാഡികളുടെ പേരാണ് ഇട, പിംഗള. ഇങ്ങനെ ഇട, പിംഗള, സുഷുമ്ന, ഇങ്ങനെ 3 നാഡികളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. അതിൽ ഇടയിലൂടെയും പിംഗളയിലൂടെയും പ്രാണശക്തി എപ്പോഴും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. ഇടത് നാസികാദ്വാരത്തിലാണ് ഇടാനാഡി. വലത് നാസികാദ്വാരത്തിലൂടെ കടന്നു പോകുന്നതാണ് പിംഗളാനാഡി. സ്ത്രീ പുരുഷന്മാരിൽ അല്പം വ്യത്യാസമുണ്ട്. പുരുഷന്മാരിൽ ഇടാനാഡി ഇടതുവശത്തും പിംഗളാനാഡി വലതുവശത്തുമാണ്. സ്ത്രീകളിൽ ഇടതുവശത്ത് പിംഗളാനാഡിയും വലതുവശത്ത് ഇടാനാഡിയുമാണ്. ഈ 2 നാഡികളിലൂടെയാണ് സാധാരണ പ്രാണൻ പ്രവഹിക്കുന്നത്. സുഷുമ്നയിലേക്ക് കടക്കുന്നേയില്ല. സുഷുമ്ന നാഡിയിലൂടെ പ്രാണൻ പ്രസരിക്കുമ്പോഴാണ് നമുക്ക് ഈ കുണ്ടലിനി പ്രസരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കുണ്ടലിനിയുടെ ഉള്ളിലൂടെ പ്രാണൻ പ്രസരിക്കാൻ തുടങ്ങും. കുണ്ടലിനിയല്ല, സുഷുമ്ന നാഡിയുടെ ഉള്ളിലൂടെ കുണ്ടലിനിയാകുന്ന പ്രാണശക്തി ശിരസിനെ ലക്ഷ്യമാക്കി ഉയരും. അതുമാത്രമല്ല, ആ ശക്തി ശാഖോപശാഖകളായി ശരീരമെന്നും വ്യാപിച്ചിട്ടുള്ള മറ്റ് നാഡികളിൽ നിറയുന്നതായും നമുക്ക് അനുഭവപ്പെടും. അതായത് ഒരു ഊർജ പ്രസരം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ആ നാഡികളിലേക്ക് ഈ പ്രാണശക്തി വ്യാപിക്കുമ്പോൾ സാധകന് അത്യുജ്വലമായ ഒരു അനുഭൂതി ഉണ്ടാകും. ഇതുവരെ അയാൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു ആനന്ദ അതിരേകം സാധകൻ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഈ അനുഭൂതി ദശയെയാണ് 9-ാം ശ്ലോകത്തിൽ ഗുരുദേവൻ വിവരിക്കുന്നത്. അടുത്ത ശ്ലോകമാണ് 9-ാമത്തെ ശ്ലോകം. അത് കുണ്ടലിനിയുടെ കുണ്ടലിനി പ്രസരത്തിന്റെ വർണ്ണനയാണ്. ഇരുപുറവും വരുമാർ അവസ്ഥയെ പൂത്തൊരു കൊടി വന്ന് പടർന്നുയർന്നുമേവും തരിവിനടിക്ക് തപസ് ചെയ്തു വാഴും നരനു വരാ നരകം നനച്ചിടേണം. ഇതാണ് 9-ാമത്തെ ശ്ലോകം. ഇരുപുറവും വരുമാർ അവസ്ഥ. ഇരുപുറവും എന്ന് പറഞ്ഞാൽ ഇരുഭാഗത്തും. വരുമാർ അവസ്ഥയെ, പരന്നു തെളിയുമാറുള്ള അനുഭവത്തെ,
ശരീരം മുഴുവൻ ഈ പ്രാണശക്തി അഥവാ കുണ്ടലിനി ശക്തി പ്രസരിക്കും. അത് അത്യന്തം ആനന്ദദായകമായ ഒരു അനുഭൂതിയാണ്. എന്തെന്നില്ലാത്ത ഒരു സുഖം ആ സമയത്ത് സാധകൻ അനുഭവിക്കും. അതാണ് ഇരുഭാഗത്തും പരന്ന് തെളിയുമാറുള്ള അനുഭവത്തോടു കൂടി ഇരുപുറവും വരുമാർ അവസ്ഥയെ അഥവാ തെളിഞ്ഞ് ആറവസ്ഥാവിശേഷങ്ങളെ ഉളവാക്കിക്കൊണ്ട്, ആറവസ്ഥാവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ 6 ചക്രങ്ങൾ എന്നാണ് അർത്ഥം. മൂലാധാരം തുടങ്ങി മുകളിലേക്ക് ഉള്ള 6 ചക്രങ്ങൾ, സഹസ്രാരത്തിന് തൊട്ട് താഴെയുള്ള 6 ചക്രങ്ങൾ. ആ 6 ചക്രങ്ങളിലും ഓരോ തരത്തിലുള്ള ദിവ്യമായ അനുഭവങ്ങൾ സാധകന് അനുഭവിക്കാൻ പറ്റും. സൂക്ഷ്മ ലോകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സൂക്ഷ്മമായ പല കാര്യങ്ങളെയും കുറിച്ച് അറിവുണ്ടാകുന്നത് ഈ കുണ്ടലിനി ഓരോ ചക്രത്തിലും പ്രസരിക്കുമ്പോഴാണ്. അതീന്ദ്രിയങ്ങളായ ശക്തികൾ ഒരാൾക്ക് ലഭിക്കുന്നതും ഈ കുണ്ടലിനി പ്രസരണത്തിലൂടെയാണ്. അപ്പോൾ ഈ 6 അവസ്ഥാവിശേഷങ്ങൾ എന്ന് പറയുന്നത് 6 യോഗ ചക്രങ്ങളിലുള്ള അനുഭവങ്ങളാണ്. ഇരുപുറവും വരുമാർ അവസ്ഥയെ ഉളവാക്കിക്കൊണ്ട് പൂത്തൊരു കൊടി വന്ന്, കൊടി എന്നുള്ള വാക്ക് മലയാളത്തിലുണ്ട്, പതാക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കൊടി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. തമിഴില് കൊടി എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് പതാക എന്നുള്ളത്, മറ്റേത് വള്ളി എന്നുള്ള അർത്ഥത്തിലാണ്. ലത, വള്ളി, പടർന്നു പോകുന്നത്, അതിനെയും തമിഴിൽ കൊടി എന്ന് പറയും. കൊടി പിടിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ കൊടി പിടിക്കുക. ഓരോ രാഷ്ട്രീയ പാർട്ടികളും കൊടിയിൽ വെച്ചുകൊണ്ട് പ്രകടനം നടത്താറില്ലേ? അതിലും കൊടി പിടിക്കുകയാണ്. കൊടി പടരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു വള്ളി എങ്ങനെയാണോ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പടർന്ന് ദൂരെ വ്യാപിക്കുന്നത്, അതാണ് പൂത്തൊരു കൊടി വന്ന്. പൂത്തത് എന്ന് പറഞ്ഞാൽ പുഷ്പിച്ചത്, പൂവ് നിറഞ്ഞതുപോലെ പ്രകാശമേന്തിയ കുണ്ടലിനിയാവുന്ന വള്ളി അഥവാ ലത പ്രകാശമയമായ ഒരു അനുഭവമാണ്. ആ പ്രകാശമയം എന്ന് പറയുന്നതിനാണ് പൂവ് നിറഞ്ഞതുപോലെ അല്ലെങ്കിൽ പൂത്തു നിൽക്കുന്ന ഒരു വള്ളി പോലെ ഈ കുണ്ടലിനി ലത പടർന്നുയർന്ന് മേവും. പടർന്നെന്ന് പറഞ്ഞാൽ വ്യാപിച്ച് പരന്ന് പ്രസരിച്ച് അനുഭവപ്പെടുന്ന ഈ കുണ്ടലിനി അനുഭവം അതീന്ദ്രിയമായ ഒന്നാണ്. അതിനെ അനുഭവിച്ചവർക്ക് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്ന ഒരു അനുഭവമല്ല. അങ്ങനെ പടർന്നുയർന്നു മേവും തരിവിനടിക്ക് തപസ് ചെയ്ത് വാഴും നരനുവരാ നരകം നിലച്ചിടേണം. തരിവിനടിക്ക്, തരിവ് എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. ഇവിടെ ഏത് മരത്തിന്റെ കാര്യമാണ് പറയുന്നത്? ഈ സുഷുമ്നാ നാഡി, അത് നീളത്തിലുള്ള ഒന്നാണ്. കമ്പ് പോലെയോ അല്ലെങ്കിൽ മരം പോലെയോ ഉള്ളതാണ്. ആ തരിവിന്റെ അടിക്ക് എന്ന് പറഞ്ഞാൽ സുഷുമ്നാ നാഡിയാകുന്ന മരത്തിന്റെ ചുവട്ടിൽ തപസ് ചെയ്തു വാഴും. തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക. ആ കുണ്ടലിനി ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്ന സുഷുമ്നാ നാഡിയുടെ ചുവട്ടിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കഴിയുന്ന നരന്, തരിവിനടിക്ക് തപസ് ചെയ്ത് വാഴും നരന് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ കണ്ണടച്ച് ധ്യാനിക്കുന്ന ഒരു തപസ്വിയാണെന്ന് വിചാരിക്കുക. ഈ കുണ്ടലിനി ശക്തിയെ ഉദ്ദീപിപ്പിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ മനസ്സിനെ ആ മൂലാധാരം എന്നുള്ള ചക്രത്തിൽ ഏകാഗ്രപ്പെടുത്തി കഴിയുന്ന ഒരു നരന് എന്ന് പറഞ്ഞാൽ സത്യാന്വേഷിയായ മനുഷ്യന് വരാ നരകം. അയാൾ ഒരിക്കലും നരകം വരില്ല, നരകത്തിൽ എത്തേണ്ട ഒരു ദുസ്ഥിതി ഉണ്ടാവില്ല. വരാ നരകം. നരകം എന്ന് പറഞ്ഞാൽ ഇവിടെ ദുഃഖം എന്നാണ്. നരകം എന്നൊരു ലോകമുണ്ട്. സ്വർഗം, നരകം, ഇതൊക്കെ ഓരോ ലോകങ്ങളാണെന്നാണ് നാം വിശ്വസിക്കുന്നത്.
ഇവിടെ വരാ നരകം എന്നുള്ളതിന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരുന്നില്ല. കുണ്ടലിനി പ്രസരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എപ്പോഴും ആനന്ദാനുഭവം മാത്രമേ ബാക്കിയുണ്ടാവൂ. നനച്ചിടയണം. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ആലോചിക്കുക എന്നർത്ഥം. ഇത് നല്ലതുപോലെ ആളുകൾ മനസ്സിലാക്കണം, ആലോചിച്ചുറയ്ക്കണം എന്നർത്ഥം. ഈ ശ്ലോകത്തിന്റെ മൊത്തമായിട്ടുള്ള അർത്ഥം വായിക്കാം. ഇരുഭാഗത്തും പരന്ന് തെളിയുമാറുള്ള അഥവാ തെളിഞ്ഞ ആറവസ്ഥാവിശേഷങ്ങളെ ഉളവാക്കിക്കൊണ്ട് പൂ നിറഞ്ഞതുപോലെ പ്രകാശമേന്തിയ കുണ്ടലിനി ലത ഉയർന്ന് പരന്ന് പ്രസരിച്ചനുഭവപ്പെടുന്ന സുഷുമ്നാനാഡിയാകുന്ന മരത്തിന് ചുവട്ടിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കഴിഞ്ഞുകൂടുന്ന സത്യാന്വേഷിയായ മനുഷ്യന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ച് ഉറയ്ക്കണം. ഇത് വ്യക്തമായി നാം ധരിക്കണം. ഈ പദ്യത്തിൽ ഒരു അംശത്തെ മാത്രമേ വ്യാഖ്യാനത്തിനായി വ്യാഖ്യാതാവ് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതെന്താണ്? വരാ നരകം നനച്ചിടണം. നനച്ചിടണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ചിന്തിച്ചുറപ്പിക്കണം. വരാ നരകം, നരകം വരില്ല, നരകാനുഭവം ഉണ്ടാവില്ല. നരകാനുഭവം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. നരകത്തിൽ എവിടെ തിരിഞ്ഞാലും ദുഃഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നരകം എന്നതുകൊണ്ട് ദുഃഖത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വരാ നരകം നനച്ചിടണം. അതിൻ്റെ അർത്ഥമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഈ പദ്യത്തിന് ഇങ്ങനെ അർത്ഥം തോന്നാം. ആദ്യമായി ഈ പദ്യത്തെ വായിച്ചിട്ട് ആളുകൾ എങ്ങനെയാണ് അതിനെ തെറ്റിദ്ധരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് ശരിയായ അർത്ഥം എന്താണ് എന്ന് പിന്നീട് പറയുന്നു. അപ്പോൾ ഈ പദ്യം വായിക്കുമ്പോൾ ഒരാൾക്ക് പ്രഥമ ദൃഷ്ടിയ ഇങ്ങനെ ഒരു അർത്ഥം തോന്നാം, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നുന്നത് ശരിയല്ല, അതല്ല അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പിന്നീട് പറയും. ഒറ്റ നോട്ടത്തിൽ ഈ പദ്യത്തിൽ ഇങ്ങനെ അർത്ഥം തോന്നാം. പൂക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളി ചുറ്റി ഇരുപുറവും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ തപസ് ചെയ്ത് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് നരകാനുഭൂതി ഉണ്ടാകുന്നതല്ല എന്നാണ് നമുക്ക് തോന്നുക. ഈ പദ്യം വായിച്ച ഇവിടെ ഒരു പുറമേയുള്ള ഒരു മരത്തിന്റെ കാര്യമല്ല പറയുന്നത്. ആ മരത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു വള്ളിയുടെ കാര്യവും അല്ല പറയുന്നത്. ഇതൊക്കെ സൂക്ഷ്മമായ തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വാച്യാർത്ഥം സ്വീകരിക്കരുത്, സൂക്ഷ്മമായ അർത്ഥത്തെ വേണം നാം ഗ്രഹിക്കാൻ. സന്യാസ ജീവിതം മനുഷ്യനെ നരകാനുഭൂതിയിൽ നിന്ന് രക്ഷിക്കും എന്ന് ഒരർത്ഥം പലരും പറയുന്നുണ്ട്. അതായത് സന്യാസം സ്വീകരിച്ച് മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ സദാ തപസ് ചെയ്ത് കഴിഞ്ഞാൽ നരകാനുഭവം ഉണ്ടാവില്ല എന്നൊരർത്ഥം പറയും. ആ അർത്ഥമല്ല. അങ്ങനെയൊക്കെ അർത്ഥം തോന്നിയാലും അതൊന്നും ശരിയായ അർത്ഥമല്ല. എന്താണ് ഇതിന്റെ ശരിയായ അർത്ഥം? കുറെ കൂടി സൂക്ഷ്മമായ അർത്ഥഗ്രഹണത്തിന് ശ്രമിക്കുമ്പോഴാണ് ചിത്തപ്രസാദ ലാഭത്തെ തുടർന്നുണ്ടാകുന്ന സാധകന്റെ ഉജ്ജ്വലമായ ഒരു ആത്മാനുഭൂതി ദശയാണ് ഈ പദ്യത്തിലെ പ്രതിപാദ്യം എന്ന് മനസ്സിലാകുന്നത്. ചിത്തം പ്രസന്നമായി തീരുമ്പോൾ, മനസ്സ് ഉപശമിച്ച് ഉൾക്കുളിർന്ന് അനുഭവപ്പെടുമ്പോഴാണ് ഈ കുണ്ടലിനി പ്രസരം ഉണ്ടാകുന്നത്. ആ അനുഭവത്തെയാണ് മൂലാധാരം മുതൽ ഭ്രൂമധ്യം വരെ, മൂലാധാരം എന്ന് പറയുന്നത് നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള, നട്ടലിൽ തുടങ്ങുന്ന ഭാഗമാണ്, നട്ടലിന്റെ ചുവടാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു അനുഭവം, അതാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. ആ കുണ്ടലിനി ശരീരം മുഴുവൻ ഒരുതരം പ്രകാശ രൂപത്തിൽ, ആനന്ദ രൂപത്തിൽ പ്രസരിക്കാൻ ആരംഭിക്കും. അതിനെയാണ് ഈ പദ്യത്തിൽ പ്രതിപാദിക്കുന്നത്. ഒരു സാധകന്റെ ഉജ്ജ്വലമായ ആത്മാനുഭൂതി ദശയാണ് ഈ പദ്യത്തിലെ പ്രതിപാദ്യം എന്ന് നാം മനസ്സിലാക്കണം. തരു എന്ന പദം കൊണ്ട് സുഷുമ്നാ നാഡിയെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. തരു എന്നുള്ള വാക്കിന്റെ വാച്യാർത്ഥം മരം എന്നാണ്. തരു, വൃക്ഷം. ശരീരത്തിന്റെ അധോഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാരം മുതൽ ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രം വരെ
ശരീര മധ്യത്തിൽ കൂടി നീണ്ടുയർന്നു നിൽക്കുന്ന ഒരു നാഡിയാണ് സുഷുമ്ന. അത് സൂക്ഷ്മമാണ്. അതിനെ നട്ടെല്ല് മുറിച്ചു നോക്കിയാൽ കാണാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ഒരു സാധകന് അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ഓരോ അനുഭവ ദശകളാണ്. ഒരു വൃക്ഷത്തിലെ ശാഖോപശാഖകൾ പോലെ സുഷുമ്നയുടെ പിരിവുകളായി ഒട്ടനേകം ചെറുനാടികൾ ദേഹത്തിന്റെ ഇരുഭാഗങ്ങളെയും മൂടി നിൽക്കുന്നു. എല്ലാ നാടികളും ഉദ്ഭവിക്കുന്നത് ഈ നട്ടെല്ലിന്റെ നടുക്കുകൂടെ പോകുന്ന സുഷുമ്നാ നാഡിയിൽ നിന്നാണ്. എല്ലാ നാടികളും സുഷുമ്നാ നാഡിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 72,000 നാടികൾ, സുഷുമ്ന ഉൾപ്പെടെയാണ് 72,000 നാടികൾ. അപ്പോൾ ഈ സുഷുമ്നാ നാഡിയിൽ നിന്നാണ് മറ്റ് നാടികൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. ഒരു വൃക്ഷത്തിലെ ശാഖോപശാഖകൾ പോലെ സുഷുമ്നയുടെ പിരിവുകളായി ഒട്ടനേകം ചെറുനാടികൾ ദേഹത്തിന്റെ ഇരുഭാഗങ്ങളെയും മൂടി നിൽക്കുന്നു. കൊടി എന്ന പദത്തിന് വള്ളി എന്നർത്ഥം. സുഷുമ്നാ വൃക്ഷത്തിൽ പടരുന്ന വള്ളിയാണ് കുണ്ടലിനി പ്രാണൻ. ഇവിടെ ലതാ വള്ളി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പ്രാണന്റെ പ്രസരത്തെയാണ്. നട്ടെല്ലിന്റെ നടുക്ക് നിന്ന് തുടങ്ങി ശരീരം മുഴുവൻ ഈ പ്രാണൻ പ്രസരിക്കുന്നു. മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് പ്രസരിക്കാൻ തുടങ്ങുന്ന കുണ്ടലിനി പ്രാണൻ സുഷുമ്ന വഴി മേൽപോട്ട് ഉയരുന്നു. സുഷുമ്നയുടെ ഇരുപുറവുമുള്ള നാഡികളിലും അത് വ്യാപിക്കുന്നു. ഈ കുണ്ടലിനി പ്രസരണം ആരംഭിക്കുന്നത് മൂലാധാരം എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ചക്രത്തിൽ നിന്നാണ്. ചക്രം എന്ന് പറഞ്ഞാൽ നാഡീ കേന്ദ്രങ്ങൾ എന്നാണ്. ഓരോ ഊർജ കേന്ദ്രങ്ങളാണ്. ആ ഊർജ കേന്ദ്രത്തിലൂടെ ഈ സുഷുമ്ന പ്രസരിച്ചുകൊണ്ട് മുകളിലേക്ക് വീഴുന്നു. സുഷുമ്നയുടെ ഇരുപുറവുമുള്ള നാഡികളിലും അത് വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് കുണ്ടലിനി പ്രാണപ്രസരത്തിൽ ഇരുപുറവും വരുമാനവസ്ഥ ഈ തരിവിന് വന്നു ചേരുന്നത്. ഇരുപുറവും വ്യാപിക്കുന്നു. ഒരു വള്ളി എങ്ങനെയാണോ ഒരു മരത്തിൽ ചുറ്റിപ്പടർന്ന 4 ഭാഗത്തേക്കും പ്രസരിക്കുന്നത്, വ്യാപിക്കുന്നത്, അതുപോലെ സുഷുമ്നാ തരിവിൽ, സുഷുമ്നയാകുന്ന വൃക്ഷത്തിൽ കുണ്ടലിനിക്ക് വിശ്രമിക്കുവാനുള്ള 6 സ്ഥാനങ്ങളുണ്ട്. അതാണ് യോഗശാസ്ത്രത്തിലെ ചക്രങ്ങൾ എന്ന് പറയുന്നത്. ചക്രാസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് കുണ്ടലിനി ശക്തി ഇങ്ങനെ മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെയായിട്ട് തങ്ങി നിന്നിട്ടാണ് മുകളിലേക്ക് വരുന്നത്. ഈ കുണ്ടലിനി വിശ്രമിക്കുന്ന സ്ഥാനങ്ങളാണ് ഈ 6 ചക്രങ്ങൾ. ഈ 6 ചക്രങ്ങളും താണ്ടി കടന്നാണ് ഏറ്റവും മുകളിലുള്ള സഹസ്രാരം എന്ന പേരിൽ അറിയപ്പെടുന്ന 7ാമത്തെ ചക്രത്തിൽ ഈ കുണ്ടലിനി എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവഭാവം പൂർണ്ണമായി ലയിക്കും, അപ്രത്യക്ഷമാകും. താൻ ബ്രഹ്മമാണ് എന്ന വ്യക്തമായ അനുഭവം ഈ സഹസ്രാര ചക്രത്തിൽ ഒരു സാധകന് അനുഭവിക്കാൻ കഴിയും. ഈ 6 ചക്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇരുപുറവും വരും 6 അവസ്ഥ, വരുമാറവസ്ഥ എന്ന് പിരിക്കരുത്. ഇരുപുറവും വരും 6 അവസ്ഥയെ പൂത്തൊരു കൊടി വന്ന്, 6 അവസ്ഥ എന്ന് പറയുന്നത് 6 ചക്രങ്ങളെയാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഏറ്റവും മുകളിലാണ് 7ാമത്തെ ചക്രം സഹസ്രാരം എന്ന് പ്രസിദ്ധങ്ങളായി തീർന്നിട്ടുള്ള ഷഡാധാരങ്ങൾ, 6 ആധാര ചക്രങ്ങൾ, 6 കേന്ദ്രങ്ങൾ. കുണ്ടലിനി വിശ്രമിക്കുന്ന സ്ഥാനങ്ങൾ എന്നർത്ഥം. ആ സ്ഥാനങ്ങളിൽ ഒന്ന് നിന്നിട്ടാണ് ഈ കുണ്ടലിനി വീണ്ടും മുകളിലേക്ക് പ്രസരിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് ചക്രങ്ങൾ, ആധാരങ്ങൾ എന്ന പേര് സിദ്ധിച്ചത്. ഇവയിൽ ഓരോന്നിലും വിശ്രമിച്ച് വിവിധാനുഭവങ്ങൾ ഉളവാക്കിക്കൊണ്ട് ഓരോ ചക്രത്തിലും ഈ പ്രാണശക്തി അഥവാ കുണ്ടലിനി ശക്തി വിശ്രമിക്കുമ്പോൾ ദിവ്യങ്ങളായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഓരോ തരത്തിലുള്ള ആനന്ദ അനുഭൂതിയാണ് ഓരോ ചക്രത്തിലും കുണ്ടലിനി വിശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക.
ഇങ്ങനെ വിശ്രമിച്ച് വിവിധ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ദിവ്യമായ അനുഭവങ്ങൾ ഉളവാക്കിക്കൊണ്ടാണ് കുണ്ടലിനി മുകളിലേക്ക് പ്രസരിക്കുന്നത്. ഇത് വെളിപ്പെടുത്താനാണ് ഇരുപുറവും വരും ആറവസ്ഥ എന്ന് പദം പിരിച്ചും അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഇരുപുറവും വരും ആറവസ്ഥ, 6 ചക്രങ്ങളിൽ ഒരു യോഗി അനുഭവിക്കുന്ന ദിവ്യങ്ങളായ അനുഭവങ്ങൾ. സുഷുമ്നാ നാഡിയിൽ പ്രാണശക്തി പ്രവേശിച്ച് സർവത്ര വ്യാപിക്കുന്നതോടെ ദേഹാന്തർഭാഗം പ്രകാശം കൊണ്ട് നിറയുന്നു. ശരീരം മുഴുവൻ പ്രകാശമയമായി തീരും. ശരീരം വിസ്മരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. താൻ ഒരു പ്രകാശ ശരീരിയാണ് എന്നാണ് ഒരു യോഗി അനുഭവിക്കുന്നത്. തനിക്ക് സ്ഥൂലമായ മാംസാസ്ഥി നിർമ്മിതമായ ഒരു ദേഹമില്ല. താൻ തേജോരൂപനായ ഒരു വ്യക്തിയാണ്. പ്രകാശ സ്വരൂപിയായി താൻ മാറുന്നു എന്നാണ് അനുഭവിക്കുന്നത്. അതാണ് ദേഹാന്തർഭാഗം പ്രകാശം കൊണ്ട് നിറയുന്ന ഒരു അനുഭവമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പൂത്തൊരു കൊടി എന്ന് പറഞ്ഞിരിക്കുന്നത്. വള്ളി ഇങ്ങനെ കടന്നു പോകുന്നു, പക്ഷെ പൂത്തു നിൽക്കുന്ന വള്ളി, പൂക്കൾ നിറഞ്ഞ വള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകാശമയമായ ഒരു പ്രസരമാണ് ഇത് എന്ന് മനസ്സിലാക്കി തരാനാണ്. അതുകൊണ്ടാണ് ഇതിനെ പൂത്തൊരു കൊടി എന്ന് പറഞ്ഞിരിക്കുന്നത്. കുണ്ടലിനി പ്രാണപ്രസരത്തിന്റെ വിശദാംശങ്ങൾ ഗുരുദേവന്റെ കുണ്ടലിനി പാട്ട് പഠിച്ചു ധരിക്കേണ്ടതാണ്. ഗുരുദേവന്റെ മറ്റൊരു കൃതിയാണ് കുണ്ടലിനി പാട്ട്. ആടുപാമ്പേ എന്നാണ് ആ കുണ്ടലിനി പാട്ടിലെ ഓരോ പദ്യത്തിന്റെയും ആ ആടുപാമ്പേ എന്നുള്ള വാചകം ആവർത്തിക്കപ്പെടുന്നു. ആടുപാമ്പ്, കുണ്ടലിനിയാണ് അവിടെ പാമ്പ് എന്ന് പറയുന്നത്. ഒരു സർപ്പം എങ്ങനെയാണോ തന്റെ പത്തി ഉയർത്തി അങ്ങനെ നിന്ന് ആടുന്നത്, അതുപോലെ പ്രാണൻ അങ്ങനെ താഴെ നിന്നും മുകളിലേക്ക് പ്രസരിച്ച് ഓരോ ചക്രമായി താണ്ടി കിടക്കുന്ന അനുഭവം. കുണ്ടലിനി പ്രാണപ്രസരത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഗുരുദേവന്റെ കുണ്ടലിനി പാട്ട് എന്ന കൃതി പഠിച്ച് ധരിക്കേണ്ടതാണ്. സുഷുമ്നയിൽ തപസ് ചെയ്ത് വാഴുക. ഇപ്പൊ ഈ സുഷുമ്നയാകുന്ന മരത്തിന്റെ ചുവട്ടിൽ തപസ് ചെയ്ത് വാഴുക എന്ന് വെച്ചാൽ പ്രാണപ്രസരത്തോടെ തെളിയുന്ന ബ്രഹ്മബോധത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ബ്രഹ്മനിഷ്ഠനായി കഴിയുക എന്നാണ് അർത്ഥം. തരിവിനടിക്ക് തപസ് ചെയ്ത് വാഴും. ഏതാണ് വൃക്ഷം? ഈ സുഷുമ്നാ നാഡി തന്നെയാണ് വൃക്ഷം. അതിന്റെ ചുവട്ടിൽ തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രാണപ്രസരം സംഭവിക്കുമ്പോൾ തെളിയുന്ന ആത്മജ്ഞാനം, താൻ തേജോരൂപിയായ പ്രകാശസ്വരൂപിയായ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്ന അറിവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ബ്രഹ്മനിഷ്ഠയിൽ കഴിയുക. അതിനെയാണ് തരിവിനടിക്ക് തപസ് ചെയ്ത് വാഴുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഷുമ്നയിൽ അതിന്റെ അസംഖ്യം ഉപനാടികളിലും പ്രാണശക്തി നിറഞ്ഞു പരന്ന് ഉജ്ജ്വലമായ പ്രകാശം പരത്തി നിൽക്കുമ്പോൾ തെളിയുന്ന ബ്രഹ്മബോധത്തിൽ മനസ്സ് ഉറപ്പിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് പാപഭയം ഒരിക്കലും ഉണ്ടാകുന്നതല്ല. എന്താണ് ഈ പാപഭയം? പാപചിന്തയിൽ നിന്നാണ് പാപഭയം ഉണ്ടാകുന്നത്. ഞാൻ പാപമാണോ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ പാപം പലതും ചെയ്തുവല്ലോ, എന്തിന് ഈ പാപഭയം? പാപം എന്നൊന്നില്ല. നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. പാപപുണ്യങ്ങൾ മനസ്സിന്റെ സങ്കല്പമാണ് എന്ന് വെച്ച് പുണ്യം ഒന്നും ചെയ്യാതെ തുടരെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. എപ്പോഴാണോ നിങ്ങൾക്ക് പാപം ഇല്ല എന്ന് മനസ്സിലാവുന്നത്, എപ്പോ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ, പുണ്യം എന്ന ഒന്ന് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടില്ല. പുണ്യമായും പാപമായും പ്രകടമാകുന്നത് പുണ്യപാപരഹിതമായ ആത്മാവാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പാപഭയത്തിൽ നിന്നും മുക്തരാകുന്നത്. നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. ഞാൻ പാപിയാണ് എന്നുള്ള ചിന്തയ്ക്ക് ഇടം കൊടുക്കുകയേ അല്ല. ഞാൻ പാപിയാണ്, ഒരുപാട് പാപം ചെയ്തു. എൻ്റെ പ്രഭാഷണം സ്ഥിരമായി ശ്രമിച്ചുകൊണ്ടിരുന്ന
ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴില്ല, ഇവിടുന്ന് അദ്ദേഹം വെസ്റ്റ് ബംഗാളിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ബംഗാളിയാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, അഹിംസയുടെ മഹത്വം അങ്ങയുടെ പ്രഭാഷണം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഒരുപാട് ജീവികളെ കൊന്നിട്ടുണ്ട് ഈ കൈകൊണ്ട്. അദ്ദേഹത്തിന് ജോലി എന്തെന്നോ, ആർമി ക്യാൻറ്റീനിൽ കോഴികളുടെ കഴുത്തറക്കുക. കോഴി, താറാവ് തുടങ്ങിയ ജീവികളെ കഴുത്തറത്ത് കൊന്ന് അത് പാചകം ചെയ്തു കൊടുക്കുക. ആ ക്യാൻറ്റീനിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ എത്ര കോഴികളെയും താറാവിനെയും കൊന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. എത്ര ജീവികളെയാണ് ഞാൻ കൊന്നു തള്ളിയത്, എത്ര ജീവികളുടെ പ്രാണനാണ് ഞാൻ അപഹരിച്ചത്. അതിൻ്റെയൊക്കെ ആ പാപത്തിന്റെ ഫലമൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ? ഞാൻ പറഞ്ഞു, സാർ ഒരു പാപവും ചെയ്തിട്ടില്ല. സാറിന് പാപം ചെയ്യാൻ പറ്റില്ല. പുണ്യപാപങ്ങൾ തൊട്ട് തീണ്ടാത്ത ആത്മാവാണ് താങ്കൾ. യഥാർത്ഥത്തിൽ അത് തിരിച്ചറിയും. അല്ലാതെ തന്നെ ഒരു ജീവനാണ്, കർത്താവാണ്, ഭോക്താവാണ്, ഞാനൊരു വ്യക്തിയാണ് എന്നൊക്കെ ചിന്തിച്ചാൽ പാപഭയം പിടികൂടും. ഞാൻ പുണ്യം ചെയ്തു, ഞാൻ പാപം ചെയ്തു, ഇങ്ങനെയുള്ള വിചാരങ്ങൾ ഉള്ളിലുണ്ടാവും. സങ്കല്പമാണ് പുണ്യപാപങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നത്. പുണ്യം ചെയ്യുമ്പോൾ ഞാൻ നല്ലത് ചെയ്തു, ഒരാളെ സഹായിച്ചു, ഞാൻ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണ്. ഇതൊക്കെ സങ്കല്പത്തിലാണ്. ബാഹ്യമായ കർമ്മത്തിൽ പുണ്യപാപ ഭേദം ഇല്ല. പുണ്യം, പാപം, സുഖം, ദുഃഖം, നല്ലത്, ചീത്ത, ഈ ഭേദങ്ങളെല്ലാം രചിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിന്റെ തലത്തെ നാം അതിക്രമിക്കണം. എങ്ങനെ? ആത്മതലത്തിൽ എത്തുക വഴി. ആത്മാവ് മാത്രമേ ഇവിടെയുള്ളൂ. മനസ്സും പ്രാണനും ശരീരവും പുണ്യവും പാപവും ഒന്നുമില്ല ഇവിടെ. ആത്മാവ് സദാ പരിശുദ്ധമാണ്. ഇന്ന് വരെ കളങ്കപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആത്മാവ് മാത്രമാണ്. അതിനെ ഒന്നും തീണ്ടുകയില്ല, അതിൽ ഒരു കറയും പുരളുകയില്ല. ആ ആത്മാവാണ് താനെന്ന് ബോധിക്കണം. അങ്ങനെ മാത്രമേ പുണ്യഭാവങ്ങളെ നമുക്ക് അതിക്രമിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. സാർ ഒരു പാപവും ചെയ്തിട്ടില്ല, സാറിന് ഒന്നിനെയും കൊല്ലാൻ പറ്റില്ല. സാറ് ജീവനെടുത്തു എന്ന് പറയുന്നില്ലേ? താൻ കൊന്ന കോഴികളും താറാവുകളും ഒക്കെ മരിച്ചുപോയിരുന്നു. സാർ എന്തിനെയാണ് എടുത്തത്? ജീവനെയാണ് ഞാൻ അപഹരിച്ചത്. ജീവനെ സാറിന് അപഹരിക്കാൻ പറ്റില്ല. ജീവൻ ശരീരത്തിനകത്ത് സ്പന്ദിച്ചുകൊണ്ടിരുന്നു. സാറ് ആ ജീവികളുടെ കഴുത്ത് അറുത്തപ്പോൾ ആ ഉള്ളിൽ സ്പന്ദിച്ചുകൊണ്ടിരുന്ന ജീവൻ ശരീരത്തിന് പുറത്ത് സ്പന്ദിക്കാൻ തുടങ്ങുന്നു. സാറിന് എങ്ങനെ ഒരു ജീവനെ കൊല്ലാൻ പറ്റും? സാറിന് ഒരു ജീവനെ നിർമ്മിക്കാനും സാധ്യമല്ല, കൊല്ലാനും സാധ്യമല്ല. ജീവൻ എടുക്കുക എന്നുള്ളത് അർത്ഥമില്ലാത്ത വാക്കാണ്. കൊല്ലുക എന്നുള്ള വാക്കിന് അധ്യാത്മശാസ്ത്രത്തിൽ പ്രസക്തിയേയില്ല. ആർക്കും ആരെയും കൊല്ലാൻ കഴിയില്ല. നമ്മൾ എല്ലാവരും ആത്മസ്വരൂപികളാണ്. ആത്മാവാണ് നമ്മുടെ സ്വരൂപം. ആ ആത്മാവ് അനശ്വരമായ തത്വവുമാണ്. അതുകൊണ്ട് താൻ കൊന്നുവെന്നോ താൻ കൊല്ലിച്ചു എന്നോ കരുതുന്നവർ വാസ്തവത്തിൽ അറിവില്ലാത്തവരാണ്. ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആരാരും കൊല്ലപ്പെടുന്നില്ല. ശരീരങ്ങളാണ് ഇവിടെ മരിക്കുന്നത്. ശരീരങ്ങളെ മാത്രമേ ഒരാൾക്ക് കൊല്ലാനോ ഹിംസിക്കാനോ കഴിയൂ. ആത്മാവിനെ തൊടാൻ പോലും പറ്റില്ല. അത് ശരീര, പ്രാണ, ഇന്ദ്രിയ, മനസ്സുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന സത്യമാണ്. അത് തന്നെയാണ് പ്രാണനും ഇന്ദ്രിയങ്ങളും ശരീരവും മനസ്സുമായി പ്രകടമാകുന്നത്. ഈ ശരീരത്തെ ഹനിച്ചത് കൊണ്ട് ആത്മാവ് ഹനിക്കപ്പെടുന്നില്ല. പ്രാണനെ പോലും നമുക്ക് അപഹരിക്കാൻ സാധ്യമല്ല. പ്രാണൻ എന്ന് പറയുന്നത് ഊർജമാണ്. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നാണ് ഊർജ സംരക്ഷണ നിയമത്തിൽ നാം ഊർജതന്ത്ര ക്ലാസുകളിൽ പഠിച്ചിട്ടുള്ളത്. Energy can neither be created nor be destroyed. It can be converted from one form to another. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഊർജ സംരക്ഷണ നിയമം, law of conservation of energy. അപ്പൊ ഊർജത്തിന്റെ തലത്തിൽ പോലും നാശം സാധ്യമല്ല. പിന്നെ എന്തിനെ കൊന്നു, ആരെ കൊന്നു എന്നാണ് ഈ കൊല്ലുന്നവർ വിചാരിക്കുന്നത്. അർജുനനോട് ഈ സത്യമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ കൃഷ്ണൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ശരീരങ്ങൾ അവ നീ കൊന്നില്ലെങ്കിലും മരിക്കും. നശിക്കാൻ വേണ്ടി രൂപപ്പെടുന്നവയാണ് ശരീരങ്ങൾ. ഉള്ളിലുള്ള പ്രാണനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
പ്രാണൻ ശരീരത്തെ ഉപേക്ഷിച്ചു പോകും. അതെങ്ങനെ പ്രാണന്റെ നാശമാകും? നാശം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവണം, പൂർണ്ണമായി നശിക്കണം. പ്രാണൻ സ്പന്ദന രൂപത്തിലാണ്. സ്പന്ദന രൂപത്തിലുള്ള പ്രാണൻ ആദ്യം ശരീരത്തിന്റെ ഉള്ളിൽ സ്പന്ദിച്ചുകൊണ്ടിരുന്നു, ശരീരം ചലിച്ചുകൊണ്ടിരുന്നു, പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. പ്രാണൻ ശരീരത്തിന് പുറത്ത് കടന്നപ്പോൾ ശരീരം നിശ്ചലമായി തീർന്നു, ശവമായി തീർന്നു. ഇവിടെ പ്രാണന് നാശം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ പ്രാണരൂപികളാണ് എന്ന് ബോധിച്ചാൽ തന്നെ നമുക്ക് മരണമില്ല എന്ന് മനസ്സിലാവും. ഞാൻ ആത്മാവാണെന്ന് അറിയുന്നത് പിന്നീടായിക്കോട്ടെ. ഞാൻ ഊർജമാണ്, ഊർജത്തിന് തന്നെ നാശമില്ല. പിന്നെ ഇവിടെ എന്താണ് നശിക്കുന്നത്? ആത്മതലത്തിൽ നാശം എന്നുള്ള വാക്കിന് പ്രസക്തിയേ ഇല്ല. അതുകൊണ്ട് ഇവിടെ യാതൊന്നും നശിക്കുന്നില്ല, പരിണാമം മാത്രമേ സംഭവിക്കുന്നു. ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ ചേരുകയും വിഘടിക്കുകയും ചെയ്യും. അതിലെ ദുഃഖിക്കാനെന്തുണ്ട്? ഒന്ന് ചേർന്ന് നിൽക്കുന്നു, അത് തന്നെ പിരിഞ്ഞു നിൽക്കുന്നു. അതിനെന്താ? എന്താണ് ഇവിടെ നഷ്ടമാകുന്നത്, നശിക്കുന്നത്? അപ്പോ ആ ബ്രഹ്മബോധത്തിൽ മനസ്സുറപ്പിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് പാപഭയം ഒരിക്കലും ഉണ്ടാകുന്നതല്ല. തപസ് ബുദ്ധിയുടെ ഏകാഗ്രമായ ബ്രഹ്മനിഷ്ഠയാണ്. എല്ലാം ബ്രഹ്മമയമാണ് എന്ന് സദാ ബുദ്ധി ആ ബ്രഹ്മചിന്തയിൽ തന്നെ ഉറച്ചു നിന്നാൽ അത് തന്നെയാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. ശങ്കര ഭഗവത്പാദർ ഈ ബ്രഹ്മനിഷ്ഠയെ നിർവചിക്കുന്നു. മനസ്സേന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപഃ. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രമായ ബ്രഹ്മനിഷ്ഠയാണ്. ഇന്ദ്രിയ മനസ്സുകൾ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴും എല്ലാം ബ്രഹ്മമാണ് എന്ന ചിന്തയിൽ മനസ്സ് ഉറച്ചു നിന്നാൽ അതാണ് ഏറ്റവും വലിയ തപസ്. ഇപ്പൊ തപസ് ചെയ്യാൻ നമ്മൾ കണ്ണടയ്ക്കുക പോലും വേണ്ട, കണ്ണ് തുറന്നിരിക്കുക തന്നെ മനസ്സ് ബ്രഹ്മത്തിൽ ഏകാഗ്രമായി തീർന്നാൽ, ബ്രഹ്മചിന്തനയിൽ തന്നെ വ്യാപരിച്ചു കൊണ്ടിരുന്നാൽ അതിനേക്കാളും വലിയ തപസ് മറ്റൊന്നുമില്ല. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ് തപസ്. ഏതിനുള്ള ഏകാഗ്രത? ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന കാര്യത്തിലുള്ള ഏകാഗ്രത. ബ്രഹ്മത്തിൽ മനസ്സ് പറ്റി നിൽക്കുക, ബ്രഹ്മത്തെ മറക്കാതെ എല്ലാം അതിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് കഴിയുന്ന അവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ തപസ്. ഇന്നും നമുക്ക് ആ വ്യാഖ്യാനം പൂർത്തിയാക്കാൻ പറ്റിയില്ല, കാര്യമില്ല. അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് പൂർത്തിയാക്കാമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഇവിടെ നിൽക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.